പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശേഷം കടന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഞങ്ങൾ നിങ്ങളെ ഒരു വിമാനയാത്രയിലേക്ക് ക്ഷണിക്കുന്നു. എ ജേർണി ടു ദ കിങ്ഡം ഓഫ് ഹെവൻ. അങ്ങ് ആകാശച്ചെരുവിൽ പറന്നു പോകുന്ന വിമാനം കാണാൻ ചെറുപ്പം മുതലേ ഞാൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുമായിരുന്നു. ഉയരത്തിലേക്ക് നോക്കി വിമാനം ഇത്ര ചെറുതാണല്ലോ എന്ന് ചിന്തിച്ചിരുന്നു. വളരും തോറും ഞാൻ മനസ്സിലാക്കി അത്ര ചെറുതല്ല വിമാനമെന്ന്. അടുക്കും തോറും അതിൻ്റെ വലിപ്പം കൂടും. അതിനകത്തു നിന്നുള്ള കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതാ ഞാൻ നിങ്ങളെ മാറാനാഥ ലേഡീസ് ഫെലോഷിപ്പ് അവതരിപ്പിക്കുന്ന വിമാനയാത്രയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം പങ്കാളികളാകാം. ഒരുപക്ഷെ ഈ യാത്രയിൽ നിങ്ങൾ നിങ്ങളെ തന്നെയോ നിങ്ങളുടെ സഹയാത്രികരെയോ കണ്ടെത്തിയെന്ന് വരാം. ഇതിലെ കാഴ്ചകൾ നിങ്ങൾക്കേവർക്കും പുതിയ കാഴ്ചപ്പാടുകൾ നൽകുമെന്ന പ്രതീക്ഷയോടെ തുടങ്ങട്ടെ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 ഇങ്ങനെ കാണുന്നു: ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇത്ര വലിയ ഫ്ലൈറ്റോ? അയ്യോ, ഞാൻ എവിടേക്കാ പോകുന്നത്? തനിച്ചു ആണല്ലോ. എനിക്ക് പേടിയാകുന്നു. ഖത്തർ എയർവേസിൻ്റെ അത്രയും സൗകര്യം ഇതിൽ കാണുമോ ആവോ? Good evening, passengers. This is the pre-boarding announcement for all passengers on MCOG Airways flight number MC0725. Kindly proceed to gate number 1 with your boarding pass. Thank you. Boarding pass, ma'am. Thank you, ma'am. Have a safe flight. Boarding pass, ma'am. Have a safe flight. Boarding pass. Have a safe flight, ma'am. ഞങ്ങളുടെ സീറ്റ് ഒന്ന് കണ്ടുപിടിച്ച് തരാവോ? Your seat number is 2 and 3, ma'am. അയ്യോ, എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ആരാന്നറിയാമോ? I know, ma'am. Please have your seat. We will see later. ഞാൻ ഈ സീറ്റിൽ ഇരിക്കില്ല. എനിക്ക് വിൻഡോ സീറ്റ് തന്നെ വേണം. Please cooperate with us, ma'am. അയ്യോ, എൻ്റെ ബോർഡിംഗ് പാസ് കാണുന്നില്ല. എവിടെ പോയി? ഞാൻ ഈ ബാഗ് വെച്ചിരുന്നതാ. ഡ്യൂട്ടി ഫ്രീയിലെങ്ങാനും കയറിയപ്പോൾ താഴെ വല്ലതും വീണതാണോ അതോ ഇനി ഞാൻ മറന്നു വെച്ചതാണോ? ഒന്നും കാണുന്നില്ല. എവിടെ പോവാനാ? ബാഗിലൊന്ന് നോക്കിയാ മാഡം. ഓ, നോക്കാനൊന്നുമില്ല, ഇതിനകത്തൊന്നുമില്ല. ഞാനൊന്ന് നോക്കട്ടെ. ആഹാ, ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു? ഹാവ് എ സേഫ് ഫ്ലൈറ്റ്, മാം. താങ്ക് യു. മാമിൻ്റെ സീറ്റ് ഇവിടെയാണ്. ഈ സീറ്റിൽ ഇരിക്കാമോ? നോ, ദിസ് ഈസ് മൈ സീറ്റ്. ഐ ഹാവ് ടു സിറ്റ് ഹിയർ. ഞാൻ ആരാന്നറിയാമോ? ലേഡീസ് ഫെലോഷിപ്പിൻ്റെ കോർഡിനേറ്ററാണ്. മാം, ഐ നോ യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഇപ്പോൾ സഹകരിച്ചേ പറ്റൂ. ഈ സീറ്റിൽ ഇരിക്കാമോ? ഐ വിൽ നോട്ട് മൂവ്. ഇതെൻ്റെ സീറ്റാണ്. എനിക്ക് ഓവർസിയർ ഹെവനിലേക്ക് പോകാൻ പ്രത്യേകം വിൻഡോ സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നതാ. എനിക്ക് ഈ സീറ്റ് തന്നെ ഇരിക്കണം. യു നോ, ഐ ആം ഓൾ ബെന്തക്കോസ്റ്റൽ ലേഡീസ് ഫെലോഷിപ്പ് കോർഡിനേറ്റർ. ഐ ഹാവ് ടു സിറ്റ് ഹിയർ. ഐ വിൽ നോട്ട് ചേഞ്ച് മൈ പൊസിഷൻ. ഓ, ഓവർസിയർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ വിൻഡോ സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us, മാം. ഓക്കെ. താങ്ക് യു. Excuse me. Hello? Are you traveling to Kingdom of Heaven MCOG 0725? യെസ്, അതേലോ. Where can I keep my bag? ഇതെവിടെയാ ഒന്ന് വെക്കുന്നേ? റൂൾസ് ഒന്നും വായിച്ചില്ലേ? എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. റൂൾസ് ഒന്നും വായിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. Your attention, please. This is the final call for Miss Subi, Miss Sonu and Miss Betsy, passengers on MCOG Airways, flight number MC0725. Please board the aircraft immediately through നമ്മുടെ gate പേര് 1. വിളിക്കുന്നു. Thank വേഗം you. പോകാം. അയ്യോ, നമ്മളെ തന്നെയല്ലേ വിളിക്കുന്നേ? Ma'am, can I have your boarding pass and passport? ഹാവ് എ സേഫ് ഫ്ലൈറ്റ്, മാം. താങ്ക് യു. Ma'am, can I have your boarding pass and passport, please? അയ്യോ, എൻ്റെ ബോർഡിംഗ് പാസ് കാണുന്നില്ല. സിസ്റ്റർ എടുത്ത് മാറ്റി വെച്ചായിരുന്നോ? ഇത് ഇതിനകത്തായിരുന്നല്ലോ വെച്ചിരുന്നത്. ഈ ബാഗിൽ തന്നെ ആയിരുന്നല്ലോ ഇരുന്നത്. അയ്യോ, കണ്ടില്ലല്ലോ. ഒന്ന് നോക്കിക്കേ. ഐ ഗോട്ട് ഇറ്റ്. താങ്ക് ഗോഡ്. ഹാവ് എ സേഫ് ഫ്ലൈറ്റ്, മാം. താങ്ക് യു.
Ma'am, please have your seat. താങ്ക് യു. Your seat number is 7. താങ്ക് യു. ഹലോ ഉഷ, ഫ്ലൈറ്റേ കയറി കേട്ടോ, എല്ലാം ഓക്കെ ആണേ. ഞങ്ങൾ മൂവ് ആവാൻ തുടങ്ങുക, പുറകെ അങ്ങ് വരില്ലേ? ഹലോ സാറേ, എനിക്ക് പാസ്റ്റ് അറേഞ്ച് ചെയ്ത പോലെ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. അങ്ങ് ചെന്നിട്ട് കാണാം. Good evening, ladies and gentlemen, and welcome on board to MCOG Airways MC0725, your special flight to the Kingdom of God. This flight, launched in July 2025, is under the guidance of our pilot, Pastor Stanley John, and co-pilot Sister Preena, who are committed to leading you safely to your heavenly destination. Assisting them is our dedicated cabin crew who are here to serve you throughout this blessed journey. For your safety and spiritual well-being, kindly go through the spiritual manual kept in front of your seat. Please ensure your baggages are properly checked. Only the fruits of the Spirit are permitted on board. All works of the flesh and the distractions of the world must be switched to flight mode during this journey. In case of any turbulence, do not fear. Our onboard prayer system is always active and divine protection is guaranteed. Kindly request all passengers to fasten the seatbelt of faith and enjoy the presence of the Lord as we take off towards our heavenly destination. Thank you for choosing MCOG Airways, where your destination is eternal and your journey is guided by faith. മാം, പ്ലീസ് റീഡ് ദിസ് മാനുവൽ. ഏറ്റവും വലിയ പ്രാസംഗികൻ എന്നോട് പറയുന്നു ഇതൊക്കെ വായിക്കാൻ. ഞാൻ എത്ര പ്രാവശ്യം ഇതൊക്കെ വായിച്ചതാ. മാം, ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർ എല്ലാവരും ഈ മാനുവൽ വായിച്ചിരിക്കണം. എക്സ്ക്യൂസ് മീ, വാട്ട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് സുനിത. എനിത്തിങ് എൽസ് മാം? സുനിതയ്ക്ക് അറിയാമോ, ഞങ്ങൾക്ക് ഈ ബിസിനസ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്തേ ശീലമുള്ളൂ. ഞങ്ങളുടെ സംഘാടകർ അങ്ങനെയുള്ള സീറ്റ് മാത്രമേ ഞങ്ങൾക്ക് തരാറുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ സീറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് തരുമോ? Ma'am, we have only one service and one captain. We cannot change it. It's same for everyone. Please cooperate. അപ്പോൾ മാറ്റിത്തരാൻ പറ്റില്ല അല്ലേ? ഞങ്ങൾക്ക് ഈ സീറ്റിൽ തന്നെ ഇരിക്കണോ? വെരി ബാഡ് സർവീസ്. It's same for everyone. No change. I'm sorry, ma'am. അവക്ക് കിട്ടേണ്ടത് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വന്നപ്പോൾ തൊട്ട് നിന്നെ നോക്കുക. നീ എന്താ വല്ല മിസ് വേൾഡ് കോമ്പറ്റീഷനും പോകുന്നുണ്ടോ? കർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ല. ഒന്ന് പോടി കുശുമ്പി. എൻ്റെ വാച്ച് കണ്ടോ? ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയതാ. ഇതെൻ്റെ ഡാഡി US നിന്ന് കൊണ്ടുവന്നതാ. പിന്നെ എൻ്റെ സാരി ഒന്ന് നോക്കിയേ, ഇത് ഫുൾ പേൾ വർക്കാണ്. പിന്നെ ഇത് സൂക്കിൽ 10 റിയാലിനും കിട്ടും. പിന്നെ ഈ സാരി സഫാരിയിൽ ഓഫറിനും ഉണ്ട്. ചുമ്മാ ഇരുന്ന് പറയുക. മോളെ, എന്താ നിൻ്റെ പ്രശ്നം? നീ എന്താ മിണ്ടാത്തത്? വാട്ട്സ് ഹാപ്പൻ ടു യു? വാട്ട്സ് റോങ് വിത്ത് യു? ഞങ്ങൾ ലോകത്തിലെ 5 വൻകരകളിൽ പോയി പ്രസംഗിച്ച് പ്രശ്നം പരിഹരിക്കുന്നവരാ. എന്ത് പ്രശ്നമായാലും ഞങ്ങൾ സോൾവ് ചെയ്തു തരാം. ഞങ്ങളോട് പറ. ഷോ, എന്താ ഇത്? എന്നെ ഒന്ന് വെറുതെ വിട്. Excuse me, do you want some juice? മായം ചേർത്തത് വല്ല ആയിരിക്കും. ഞാൻ കർത്താവിൻ്റെ മായമില്ലാത്ത വചനം ഭക്ഷിച്ച് ജീവിക്കുന്ന ആളാ. ഇനി ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണ്ട. ഓ, ഒന്നും മിണ്ടാതിരിക്കാമോ? വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ. സഭയിൽ ചെന്നാൽ അവിടെ, ലേഡീസ് മീറ്റിങ്ങിന് പോയാൽ അവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുത്തത്തില്ലല്ലോ. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വായിലെ വെള്ളം വറ്റിക്കും. മറ്റുള്ളവരുടെ ദേഹത്ത് തുപ്പലും തെറിപ്പിക്കും. ഓ യേശുവേ, സ്തോത്രം. ബെറ്റ്സി, അക്സ, ഫ്ലൈറ്റ് കുലുങ്ങുന്നു. എന്തുവാ ഇത്? ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയ പോലെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാളവണ്ടിയെ പോലും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. കർത്താവേ, നീ ഇങ്ങ് വന്നോ, എന്നെ കൊണ്ടുപോകണേ, ഞാൻ അങ്ങ് വരുവാണേ. Dear passengers, we are currently experiencing some turbulence. Please remain seated with your seat belts. Flight is nearly out of captain's control. All passengers are requested to leave your baggages. Kindly cooperate with us. മാം, പ്ലീസ് ഗീവ് യുവർ ലഗേജ്. എന്തിന്? ഞാൻ എന്തിനു തരണം? ഓവർസിയർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ ഒന്നും വിട്ടുകൊടുക്കരുതെന്ന്. എന്ത് വന്നാലും സ്വർഗത്തിൽ ചെന്നാണോ എന്ന്. ഞാൻ തരില്ല. നമുക്കിതിവിടെ ഉപേക്ഷിച്ചേ മതിയാവൂ. എന്തു പറഞ്ഞാലും ഞാൻ തരില്ല. മാം, പ്ലീസ് ഗീവ് യുവർ ബാഗ്. സോറി ഡിയർ, ഞാൻ തരില്ല. ഞാൻ ലേഡീസ് ഫെലോഷിപ്പിൻ്റെ കോർഡിനേറ്ററാണ്.
മാം, നമുക്കിതെല്ലാം ഇപ്പോൾ ഉപേക്ഷിച്ചേ മതിയാവൂ. പ്ലീസ് ഗീവ്. ഞാൻ തരില്ല, ഇതെൻ്റെ ബാഗാണ്. എൻ്റെ പൊസിഷൻ എന്നാണെന്നറിയാമോ? ഞാൻ തരില്ല. പ്ലീസ് ഗീവ് മാം. എക്സ്ക്യൂസ് മീ മാം, ക്യാൻ യു ഗീവ് യുവർ ബാഗ്? നോ 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 നോ, എത്ര എക്സ്പെൻസീവ് ബാഗാണെന്നറിയാമോ? എക്സ്പെൻസീവ് കോസ്മെറ്റിക്സ് ഉണ്ട് ഇതിനകത്ത്. ഐ കാൻ ഗീവ്. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ അപകടത്തിലാണ്. ഇതെല്ലാം നമുക്കിവിടെ ഉപേക്ഷിച്ചേ മതിയാവൂ. മാം പ്ലീസ് ഗീവ് യുവർ ലഗേജ്. ഞാൻ തരില്ല, ഞാൻ തരില്ല. എല്ലാവരെക്കാട്ടിലും ചെറിയ ബാഗാണ് എൻ്റെ. യുവർ ലഗേജ് പ്ലീസ് മാം. നോ. നിങ്ങൾക്കറിയാമോ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന്? എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ, കുറച്ച് സീഡികളൊക്കെയാണ്. കിങ്ഡം ഓഫ് ഹെവനിൽ ചെന്നിട്ട് കൺവെൻഷനൊക്കെ നടത്തി എനിക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ളതാണ്. അന്നേരം ഇത് കാണണോ? Dear passengers, our in-flight service manager will be here shortly to speak to you. Kindly be seated and cooperate with us. ഏത് വലിയ മാനേജർ വന്നാലും ഞാൻ എൻ്റെ ബാഗ് കൊടുക്കില്ല. പ്രൈസ് ദ ലോർഡ്. ഗുഡ് ഈവനിങ് എവരി വൺ. ഐ ആം യുവർ ലൈൻ മാനേജർ. ഇപ്പോൾ അനൗൺസ് ചെയ്തതുപോലെ നമ്മുടെ ഫ്ലൈറ്റ് ഒരു പ്രതിസന്ധിയിലാണ്. കിങ്ഡം ഓഫ് ഹെവനിൽ സേഫായിട്ട് എത്തണമെങ്കിൽ ആവശ്യമില്ലാത്ത ലഗേജുകളെല്ലാം കളഞ്ഞേ മതിയാകൂ. ഈ ഫ്ലൈറ്റിലെ യാത്രക്കാരെല്ലാം അവരവരുടെ ലഗേജുകൾ കളയാൻ സന്നദ്ധരാകണം. താങ്ക് യു. എക്സ്ക്യൂസ് മീ മാം, പ്ലീസ് ഗിവ് യുവർ ബാഗ്. നിങ്ങൾ ആരാണെന്നാ പറഞ്ഞേ? ഫ്ലൈറ്റിൻ്റെ മാനേജറോ? ഒരു എയർ കട്ടർ വന്നപ്പോഴേക്കും ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഓവർസിയർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ, എന്ത് കുലുങ്ങിയാലും പേടിക്കണ്ട, ബാഗൊന്നും കൊടുക്കണ്ടെന്ന്. ഞാൻ എങ്ങനെയും അങ്ങ് സ്വർഗത്തിൽ ചെന്നോളുമെന്ന്. മാമിന് കിങ്ഡം ഓഫ് ഹെവൻ സേഫായിട്ട് ചെല്ലണോ? എന്നാൽ ഇത് ഉപേക്ഷിച്ചേ പറ്റൂ. ഓ, എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നോക്കൂ മാം, ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ ചതിവും എല്ലാ കളവും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ നോക്കട്ടെ ഈ ബാഗിൽ എന്താണെന്ന്. എന്താ ഇത്ര ഭാരമെന്ന്? അത്ര അത്യാവശ്യമാണോ? നോക്കിയേ പറ്റൂ മാം. ലൈ ആൻഡ് പ്രൈഡ്. കണ്ടോ എന്താണിതിലെന്ന്? നമ്മൾ ദൈവമക്കൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതങ്ങ് കളഞ്ഞേക്കാം. ആ, ഓക്കെ. പ്ലീസ് ഗീവ് യുവർ ബാഗ്. എൻ്റെ ബാഗോ? ഞാൻ തരില്ല. അവിടെ ചെല്ലുമ്പോൾ പ്രത്യേക ഒരു പൊസിഷൻ ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ എത്ര പേര് ആഗ്രഹിച്ച പൊസിഷനാണ് ഇതെന്ന്? 30 വർഷമായിട്ട് ഞാൻ സ്വന്തമാക്കിയ പൊസിഷനാണ്. മാം, നാം ദൈവവചനത്തിൽ എന്താ വായിക്കുന്നത്? നമ്മുടെ സ്ഥാനമാനങ്ങളൊന്നും നമ്മളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുകയില്ല. ആരെയാ ദൈവം കടാക്ഷിക്കുന്നത്? താഴ്മയുള്ളവരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തിയാൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. നോക്കട്ടെ മാമിൻ്റെ ബാഗിൽ എന്താണെന്ന്. വേണോ? വേണം മാം. കണ്ടോ, പവർ ഹംഗ്രി, അധികാരമോഹം. നമുക്കിതിവിടെ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ആ, ഓക്കെ. താങ്ക് യു. എക്സ്ക്യൂസ് മീ മാം, മാമിൻ്റെ ലഗേജ് തരൂ. ഓ, ഞാൻ തരത്തില്ല. ഏറ്റവും ചെറിയ ബാഗല്ലേ എൻ്റെ. വന്നപ്പോൾ തൊട്ട് എന്നോട് ചോദിക്കുക. ദേ ആ കണ്ണാടി വെച്ചിരിക്കുന്നവരോട് ചോദിക്ക്. എല്ലാവരോടും ചോദിക്കും മാം. എല്ലാവരും അവരുടെ ലഗേജ് ഉപേക്ഷിച്ചേ മതിയാകൂ. നിനക്ക് ഞാൻ ആരാണെന്നറിയാമോ? ഡോണ്ട് സ്പീക്ക് ടു മീ ലൈക്ക് ദിസ്. യു നോ ഹു വാസ് മൈ ഫാദർ? ഹി വാസ് എ ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ്. കർത്താവേ, ഒരു ബാഗ് ചോദിച്ചതിനാണോ ഇത്രയും? എനിക്കിപ്പോൾ സീറ്റ് മാറണം. ആഹാ, എൻ്റെ ഇംഗ്ലീഷ് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എനിക്കറിയാം നിന്റെ ഡാഡി ആരാന്ന്. എൻ്റെ വല്യപ്പച്ചനെ നിനക്കറിയാമോ? ദൈവത്തിന് വേണ്ടി കുടുംബം പോലും നോക്കാൻ സമയമില്ലാതെ അധ്വാനിച്ച ആളാ. ഞാൻ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകാൻ? അയ്യോ, നിങ്ങൾ കിങ്ഡം ഓഫ് ഹെവനിലേക്ക് പോകാനുള്ളവരല്ലേ. ഇങ്ങനെ വഴക്കുണ്ടാക്കിയാലോ? മാം, ദൈവവചനം എന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് മുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും കൊണ്ടല്ല, താഴ്മയും സൗമ്യതയും ദൈവസ്നേഹത്താലുമാണ്. ഇപ്പോൾ മനസ്സിലായോ? ആ ലഗേജ് ഒന്ന് തരൂ. അതിനകത്ത് എന്താണെന്ന് ഞാൻ നോക്കട്ടെ. കണ്ടോ ഇതിനകത്ത് എന്താണെന്ന്? ഫാഷൻ ആൻഡ് വാനിറ്റി. കിങ്ഡം ഓഫ് ഹെവനിലേക്ക് സേഫായിട്ട് എത്താൻ നമുക്കിതിവിടെ ഉപേക്ഷിച്ചേ മതിയാകൂ. എക്സ്ക്യൂസ് മീ മാം, പ്ലീസ് ഗിവ് യുവർ ബാഗ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബുക്കുകളും CD-യുമാണെന്ന്. ഇതൊക്കെ എങ്ങനെ ഉപേക്ഷിക്കും? എൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 500 പേര് വീഴുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ തരില്ല. ഞാൻ ന്യൂ ജനറേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് അറിയാമോ? ഈ ന്യൂ ജനറേഷനും CD ഒന്നും മാമിനെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുകയില്ല.
ഇന്നത്തെ ഫേമസ് മ്യൂസിക് കമ്പോസ് ചെയ്ത ആരാണെന്നറിയാമോ? ഞാനാണ്. റാപ്പ് ആൻഡ് റോക്ക്. അതെങ്ങനെയാണ്? എല്ലാവർക്കും അറിയാം, സിനിമാ പാട്ടിൻ്റെ ട്യൂൺ അടിച്ചു മാറ്റിയതല്ലേ. നീ മിണ്ടരുത്. ഞാൻ ഇപ്പം പ്രാർത്ഥിക്കും, നീ മാഞ്ഞു പോവും. ഒന്നും മിണ്ടാതിരിക്കൂ. നമ്മൾ ഇത്രയും പ്രതിസന്ധിയിലായിട്ടും നിങ്ങൾക്കൊരു മാനസാന്തരവും വരാത്തതിൽ ഞാൻ അതിശയിച്ചു പോകുന്നു. എൻ്റെ തിയോളജി, എൻ്റെ ദൈവശാസ്ത്രം, ഞാൻ എവിടെയെല്ലാം പോയെടുത്ത PhD ആണ്. ഓ മൈ ഗോഡ്. കാശ് കൊടുത്താൽ തിയോളജിയും PhDയും എല്ലാം കിട്ടും. ഓ, ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഈ ഡിഗ്രിയും പ്രശസ്തിയും ഒന്നും മാമിനെ കിങ്ഡം ഓഫ് ഹെവനിൽ എത്തിക്കില്ല. ഫ്ലൈറ്റ് ഏതെല്ലാം രീതിയിൽ കുലുങ്ങിയാലും ഞാൻ അവിടെ ചെല്ലും. ന്യൂ ജനറേഷന് എന്നെ ആവശ്യമാണ്. മാം, ദൈവത്തിന് ആവശ്യമില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചാലേ കിങ്ഡം ഓഫ് ഹെവനിൽ എത്തുകയുള്ളൂ. ഇത്രയും വലിയ ലഗേജ് എന്താണെന്ന് നോക്കട്ടെ. ഹിപ്പോക്രസി കണ്ടോ? നമുക്കിതിവിടെ ഉപേക്ഷിച്ചേക്കാം. എക്സ്ക്യൂസ് മീ മാം, നൗ ഇറ്റ്സ് യുവർ ടേൺ. ക്യാൻ ഐ ഹാവ് യുവർ ബാഗ്? ഓ, എൻ്റെ ചെറിയ ബാഗല്ലേ. ഞാൻ കയറിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, ഈ കുശുമ്പും അസൂയയും കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇതെല്ലാം ഉപേക്ഷിച്ച് പുതിയ സൃഷ്ടിയായാൽ മാത്രമേ അകത്ത് പ്രവേശിക്കുകയുള്ളൂ. പ്ലീസ് ഗിവ് യുവർ ബാഗ് മാം. ശരി. നോക്കട്ടെ ഇതിനകത്ത് എന്താണെന്ന്. ജലസി ആൻഡ് ജഡ്ജിങ് അതേഴ്സ്. നമുക്കിതിവിടെ ഉപേക്ഷിച്ചേക്കാം. നമ്മളെല്ലാം മാനസാന്തരപ്പെട്ടിട്ടും ഫ്ലൈറ്റ് എന്താ വീണ്ടും കുലുങ്ങുന്നത്? ഈ സഹോദരിക്ക് എന്തു പറ്റി? എന്താണ് പ്രശ്നം? ഓ, എന്നെ ഒന്ന് വിട്. ഉണ്ടോ ബാഗ് കളയാൻ? ആ കൊച്ചിന്റെ ബാഗ് കളഞ്ഞില്ലല്ലോ. ചുമ്മാതല്ല. അയ്യോ, എൻ്റെ ഫ്ലൈറ്റിന്റെ കുലുക്കം പേരൻസ്, നിൽക്കാത്ത. എൻ്റെ ഫാമിലി എല്ലാരും വിട്ട് ഞാൻ എങ്ങനെ പോകും? കൊച്ചിന്റെ ബാഗ് ഒന്ന് കൊടുത്തേ, അതൊന്ന് നോക്കട്ടെ. കണ്ടോ, ഫാമിലി, റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, നമ്മുടെ കുടുംബമോ പാരമ്പര്യമോ ഒന്നും നമ്മളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുകയില്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്. നാം ദൈവത്തിനു വേണ്ടി എന്തെല്ലാം ഉപേക്ഷിച്ചോ അതെല്ലാം ക്യാപ്റ്റനായ യേശുക്രിസ്തു നമുക്ക് ഇരട്ടിയായി നൽകും. ഇപ്പോൾ മനസ്സിലായോ? ശരിയാണോ? എന്നാൽ ഞാൻ എല്ലാം ഉപേക്ഷിക്കുന്നു. ദൈവമേ, എനിക്ക് നീ മാത്രം മതി. Dear passengers, thank you for your patience and cooperation. The situation is now stable and we will continue our journey safely. Thank you for flying with us. ഹല്ലേലൂയ. സ്തോത്രം. ആകയാൽ പ്രിയരെ, പുത്തൻ ആശയങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, നാളുകളെക്കുറിച്ചുള്ള വമ്പൻ പ്രതീക്ഷകളുമായി ലോകത്തിന്റെ കാലചക്രം ഉരുളുമ്പോൾ ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ ഇങ്ങനെ മുഴങ്ങുന്നു: രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. ആയതിനാൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ പ്രവർത്തികളെ വെടിഞ്ഞ് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് നമ്മുടെ പ്രവാസകാലം ഭയത്തോടും ഭക്തിയോടും ഏറ്റവും വിശുദ്ധിയോടും കൂടെ ജീവിച്ച് അരുമനാഥന്റെ വരവിനായി ഒരുങ്ങുവാൻ മാറാനാഥ ലേഡീസ് ഫെലോഷിപ്പ് നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.